ഹായ് കൂട്ടുകാരെ, ഒരു കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ അഖിൽ എന്നൊരു കൂട്ടുകാരന്റെ കൂടെ കമ്പ്യൂട്ടറിനുള്ളിലെ ഒരു മാന്ത്രിക ലോകത്തേക്ക് ഒരു യാത്ര പോകാൻ പോവാണ്. എല്ലാവരും റെഡിയല്ലേ? അഖിൽ തന്റെ കമ്പ്യൂട്ടർ ഓൺ ചെയ്തതേയുള്ളൂ. പെട്ടെന്ന് സ്ക്രീനിൽ നിന്ന് ഒരു വലിയ വെളിച്ചം വന്ന് അവനെ ഉള്ളിലേക്ക് വലിച്ചു. അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോ ഒരു പുതിയ ഡിജിറ്റൽ ലോകം. ചുറ്റും ഐക്കണുകളൊക്കെ ഇങ്ങനെ പറന്നു നടക്കുന്നു. അഖിലാകെ അത്ഭുതപ്പെട്ടുപോയി. അയ്യോ, ഞാൻ എവിടെയായത്? എന്തൊരു ലോകമാണിത്? അപ്പോഴാണ് അവൻ ആ ലോകത്തിലെ ആദ്യത്തെ ആളെ കാണുന്നത്. അവന്റെ മുന്നിൽ വളരെ ശക്തനായ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അതാ ഡിജിറ്റൽ ലോകത്തിന്റെ രാജാവായിരുന്നു, സാക്ഷാൽ കമ്പ്യൂട്ടറിന്റെ തലച്ചോറ്. അപ്പോ ഒരു ഗംഭീര ശബ്ദത്തില് ആ രൂപം സ്വയം പരിചയപ്പെടുത്തി. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും, ചെറുതും വലുതുമായ എല്ലാ ജോലികളും നിയന്ത്രിക്കുന്നത് താനാണെന്ന് CPU അഖിലിനോട് പറഞ്ഞു. CPU തുടർന്നു, എന്റെ മുഴുവൻ പേര് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നാണ്. നിങ്ങൾ തരുന്ന എല്ലാ നിർദ്ദേശങ്ങളെപ്പറ്റിയും ആലോചിച്ച് അത് നടപ്പിലാക്കുന്നത് ഞാനാണ്. ശരിക്കും ഒരു ബ്രെയിൻ ചെയ്യുന്നത് പോലെ തന്നെ. CPUവിനോട് ടാറ്റ പറഞ്ഞാകിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ അവിടെ വേറെ കുറേ ഫ്രണ്ട്സിനെ കണ്ടു. അവരൊക്കെ ഭയങ്കര സന്തോഷത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ നമുക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റുമായിരുന്നു. അവർ ഓരോരുത്തരായി ഓടി വന്ന് അഖിലിനോട് പേര് പറഞ്ഞു. ഒരാൾ പറഞ്ഞു, ഹായ്, ഞാൻ മൗസ്. മറ്റൊരാൾ പറഞ്ഞു, ഹലോ, ഞാൻ കീബോർഡ്. മൂന്നാമൻ ചിരിച്ചോണ്ട് പറഞ്ഞു, പിന്നെ ഞാൻ മോണിറ്റർ. ഇവരെല്ലാവരുമാണ് ഹാർഡ്വെയർ എന്ന കൂട്ടുകാർ. അപ്പോൾ അഖിലിന് കാര്യം പിടികിട്ടി. എന്താണ് ഹാർഡ്വെയർ എന്ന്? നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന എല്ലാ ഭാഗങ്ങളുണ്ടല്ലോ, കീബോർഡ്, മൗസ്, മോണിറ്റർ. അതിനെയൊക്കെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പോ അഖിലിന് പുതിയൊരു സംശയം വന്നു. ഈ ഹാർഡ്വെയർ സുഹൃത്തുക്കളെയൊക്കെ ആരാണ് പ്രവർത്തിപ്പിക്കുന്നത്? അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിച്ചത്. കാണാൻ പറ്റാത്ത എന്തോ ഒരു ശക്തി, ഒരു മാജിക് പോലെ ആ ലോകത്തെ മുഴുവൻ ചലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാന്ത്രിക ശബ്ദം കേട്ടു. ഞാനാണ് സോഫ്റ്റ്വെയർ. ഈ ഹാർഡ്വെയറിനോട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊടുക്കുന്ന ശക്തി. ആ ശബ്ദം പിന്നെയും പറഞ്ഞു, ഹാർഡ്വെയർ ഒരു ശരീരം പോലെയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഉള്ളിലെ ജീവനാണ്. ഞാൻ പറയുന്ന നിർദ്ദേശങ്ങളില്ലെങ്കിൽ CPUവിനോ ഈ ഹാർഡ്വെയർ സുഹൃത്തുക്കൾക്കോ ഒരടി മുന്നോട്ടു പോകാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കിയാലോ? വളരെ എളുപ്പമാണ്. നമ്മൾ കീബോർഡിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ അതിനെ ഇൻപുട്ട് എന്ന് പറയും. ഉടനെ CPU അതിനെക്കുറിച്ച് ആലോചിക്കും. അതാണ് പ്രോസസ്സ്. അവസാനം അതിൻ്റെ ഉത്തരം മോണിറ്ററിൽ തെളിഞ്ഞുവരും. അതിനെ നമ്മൾ ഔട്ട്പുട്ട് എന്നും പറയും. കണ്ടോ, എന്ത് സിമ്പിളാണ്. കമ്പ്യൂട്ടറിനുള്ളിലെ ഈ മാന്ത്രിക ലോകത്തെപ്പറ്റിയൊക്കെ പഠിച്ചപ്പോൾ അഖിലിന് ഒരു വലിയ കാര്യം മനസ്സിലായി. ഇത് വെറുമൊരു കഥയല്ല. നമ്മുടെയൊക്കെ യഥാർത്ഥ ജീവിതവുമായി ഇതിനൊരുപാട് ബന്ധമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കമ്പ്യൂട്ടറുകൾ ഇപ്പോൾ എവിടെയാ ഇല്ലാത്തത്? നമ്മൾ പഠിക്കുന്ന സ്കൂളുകളിൽ, അസുഖം വന്നാ പോകുന്ന ആശുപത്രികളിൽ, പൈസ വയ്ക്കുന്ന ബാങ്കുകളിൽ, എന്തിനേറെ നമ്മുടെ സ്വന്തം വീടുകളിൽ പോലും കമ്പ്യൂട്ടറില്ലേ? അങ്ങനെ കുറേയേറെ പുതിയ അറിവുകളുമായി അഖിൽ തിരിച്ച് സ്വന്തം ലോകത്തെത്തി. അവനൊരു പ്രധാനപ്പെട്ട പാഠം പഠിച്ചു. കമ്പ്യൂട്ടർ ശരിക്കും ഒരു മാജിക് ലോകം തന്നെയാണ്. പക്ഷേ അത് നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾക്കായിട്ടേ ഉപയോഗിക്കാവൂ. അപ്പോൾ കൂട്ടുകാരെ, ഇനി നിങ്ങൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ അതിനുള്ളിലെ ഈ അത്ഭുത ലോകത്തെ ഓർക്കുമല്ലോ, അല്ലേ?